ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബരിഅ, വിട്ടുനിന്നിരിക്കുന്നു, അഥവാ എന്നിൽപ്പെട്ടവരല്ല, അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം സ്വഭാവക്കാരിൽ നിന്ന് മാറി നിൽക്കുന്നു. ആരൊക്കെയാണത്? ഒന്ന് മിന സ്വാലിഖ, സ്വാലിഖത്തായ ഒരു സ്ത്രീ, അഥവാ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ, കുടുംബത്തിലൊരു രോഗം വന്നു, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ടു, അധികവും മരണപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവർ ആർത്ത് അട്ടഹസിച്ച് കരയുന്നു, വലിയ ശബ്ദത്തിൽ ആർത്തട്ടഹസിച്ച് പലതും പറഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ, അതിനാണ് അസ്വാലിഖ എന്ന് പറയുന്നത്. അത്തരം സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് മുസീബത്തുകൾ ഉണ്ടായാൽ, മരണം സംഭവിച്ചാൽ കരയാം, അത് കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ആർത്തട്ടഹസിച്ച് കരയുക, പലതും പറഞ്ഞുകൊണ്ട് കരയുക, ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. അതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ വൽ ഹാലിഖ, ഹാലിഖ എന്ന് പറഞ്ഞാൽ മുടി മുറിച്ച് കളയുന്ന ചില സ്ത്രീകൾ. ഒരു മുസീബത്ത് വന്നാൽ, ഭർത്താവ് മരണപ്പെട്ടാൽ, മക്കൾ മരണപ്പെട്ടാൽ അവർ അവരുടെ തല മൊട്ടയടിച്ച് കളയുന്നു, അല്ലെങ്കിൽ മുടി മുറിച്ച് കളയുന്നു. അങ്ങനെ മൊട്ടയടിക്കുന്ന സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അത് വലിയ തെറ്റാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ വശാഖ, ഷാഖ എന്ന് പറഞ്ഞാൽ വസ്ത്രം കീറിക്കളയുന്ന സ്ത്രീ, മാറത്തടിച്ചുകൊണ്ടും ധരിച്ച വസ്ത്രം കീറിക്കൊണ്ടും കരയുന്ന സ്ത്രീകൾ. ഇതൊക്കെ മുസീബത്ത് സംഭവിച്ചാൽ ചില സ്ത്രീകളിൽ കാണപ്പെടുന്ന സ്വഭാവമാണ്. ഒരിക്കലും തന്നെ യഥാർത്ഥ വിശ്വാസിനികളിൽ അത് കാണാൻ പാടില്ല. ഇനി ഇതേ സ്വഭാവം പുരുഷന്മാർക്കാണെങ്കിലും ശക്തമായ ഭാഷയിൽ അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരമൊരു സ്വഭാവം മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്കും ഉണ്ടാവാൻ പാടില്ല. പൊതുവെ സ്ത്രീകളിലാണ് അത് കാണപ്പെടുന്നത്. ഇനി പുരുഷന്മാരാണെങ്കിൽ അവർക്കും അത് ഉണ്ടാവാൻ